ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങി. അന്നേരം ഞാനും വേഗം കാറെടുത്ത് ഒരു ഡ്രൈവിന് പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. കാരണം ഈ ചൂട് സമയത്ത് ഒരുപാട് നാൾ ഇങ്ങനെ കാത്തു നിന്നിട്ടാണ് മഴ പെയ്യുന്നത് തന്നെ. അപ്പോൾ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. ആ സന്തോഷത്തിൽ വേഗം ഇറങ്ങിയതാണ് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ മഴ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ. അതും ഈ മഴ സീസണിലല്ലാത്ത ടൈമിൽ പെയ്യുമ്പോൾ. അങ്ങനെ ഞാനും നല്ല എൻജോയ് ചെയ്തു ഈ മഴ. ഒരു 1-2 മണിക്കൂർ ഇത് പെയ്തിട്ടില്ല കേട്ടോ. ഇതിനിടയിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എനിക്ക് ഇന്ന് പറയാൻ മറന്നുപോയി. അതായത്, നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് നേരെ അമ്മായിൻ്റെ പുരക്കേക്ക് പോവാം. ഇവിടെ അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. മഴ പിടിച്ചത് മാത്രമാണ്. അപ്പോൾ ഓരോ സ്ഥലത്തേക്കും മഴ പെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ എത്തിയാടെ എനിക്കുള്ള പണി ഇതൊക്കെയാണ്. മൾബറിയും പേരയ്ക്കയും ചാമ്പയ്ക്കയും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മൾബറിയാണ് കേട്ടോ പറിച്ചു തന്നത്. നല്ല മധുരമുള്ള നല്ലൊരു മൾബറി ആയിരുന്നു. നെക്സ്റ്റ് എൻ്റെ നോട്ടം പേരക്കയിലേനു. അങ്ങനെ പേരയ്ക്കും കൂടി ഞാൻ പറിച്ചു തന്നു. അത് കഴിഞ്ഞ് നേരെ പോയിട്ട് ചാമ്പയ്ക്ക, എന്നിട്ട് ചാമ്പയ്ക്കും കൂടി പറിച്ചു. ഇതൊക്കെ തിന്നിട്ടാകുമ്പോഴത്തേക്ക് എൻ്റെ വയറ് ഫുള്ളായി. പിന്നെ ഞാൻ ഇങ്ങനെ ചെടിയെല്ലാം നോക്കി. ഒരുപാട് പുതിയ ചെടികളൊക്കെ അമ്മ ഇറക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നേരെ എൻ്റെ പുരക്കേക്കായിരിക്കും പോവുക. അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. സോറി ഗൈസ്, എനിക്ക് പുരക്കെത്തിയിട്ട് അന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. രാത്രിയാണ് ഞാൻ പുരക്കെത്തിയത് തന്നെ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പം ഫസ്റ്റ് എൻ്റെ ഡ്യൂട്ടി പറയുന്നത് ഇമ്മുവിൻ്റെ വയറ് ഉറക്കുക എന്നതാണ്. അങ്ങനെ മോർണിംഗ് ഫുഡ് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഇമ്മുവിന് കൊടുക്കുന്നുണ്ടായത്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ പുരക്ക് കുറേ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് മാങ്ങ പറിക്കാമെന്ന്. അങ്ങനെ ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്താക്കി, തൃക്കരിപ്പൂർ പുതിയതായി തുടങ്ങിയ പാർക്ക് ഉണ്ടെന്ന് കേട്ടിട്ട് നമുക്ക് അവിടെ പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മളൊരു ചായയും പിന്നെ ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് നമ്മൾ വാങ്ങിയത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രി വരെ നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഹോട്ടലിൽ പോയി ഫുഡും കഴിച്ചിട്ടാണ് പിന്നെ പുരക്കേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.